ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ നമ്മൾ ഇന്ന് ആചരിക്കുന്നു. ജൂലൈ മാസം 16-ാം തീയതി പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ. ഈ തിരുനാളിന് മംഗളങ്ങൾ നേർന്നുകൊണ്ട് ആരംഭിക്കട്ടെ. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളിനെക്കുറിച്ച് അറിയണമെങ്കിൽ വിശുദ്ധ ഉത്തിരിയത്തെക്കുറിച്ചും കർമ്മല സഭയെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു കർമ്മല സഭാംഗമായി ഇരുന്നു കൊണ്ട് ഈ തിരുനാളിനെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുക ഒരു ഭാഗ്യമായി കാണുന്നു. 1251 ജൂലൈ മാസം 16-ാം തീയതി, ഏകദേശം 775 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ കർമ്മലീത്ത സഭയുടെ ജനറാൾ അച്ഛനായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പുണ്യവാൻ്റെ മുൻപിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെന്ന് ഉത്തരീയം നൽകിയതിൻ്റെ മധുര സ്മരണയാണ് ഈ തിരുനാൾ ദിനത്തിലൂടെ നമ്മൾ ഓർക്കുകയും ആചരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. കർമ്മല മാതാവിൻ്റെ തിരുനാളിനെക്കുറിച്ച് അറിയണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർമ്മല സഭയെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ലുത്തീനിയ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക ഇങ്ങനെയാണ്: കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാർപ്പാപ്പമാർക്ക് പരിശുദ്ധ അമ്മ പലതവണയായി കർമ്മല സഭയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും വിശുദ്ധ ഉത്തിരിയത്തെക്കുറിച്ചുമെല്ലാം പറഞ്ഞതിൻ്റെ ആകെത്തുകയാണ് ഈ സംജ്ഞ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന ഈ സംജ്ഞ കത്തോലിക്ക സഭ ലുത്തീനിയ പ്രാർത്ഥനയിൽ ചേർത്ത് വെച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം ഒരുപാട് പുറകോട്ട് കടന്നു പോകുന്നു. ഏലിയ പ്രവാചകൻ്റെ കാലഘട്ടത്തിലേക്ക്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ്റെ മനോഹരമായ ജീവിത കഥ വിവരിക്കപ്പെടുന്നുണ്ട്. ഏലിയ പ്രവാചകൻ്റെ ആ വിവരണത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 41 മുതലുള്ള തിരുവചനങ്ങൾ. പശ്ചാത്തലം ഇതാണ്: ജസബൽ എന്ന തൻ്റെ രാജ്ഞിയുമായി വിവാഹത്തിന് ശേഷം ആഹാബ് എന്ന ഇസ്രായേൽ രാജാവ് ബാൽ ദേവനെയും മറ്റും ആരാധിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആരാധനയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് ശക്തനായ തൻ്റെ പ്രവാചകൻ ഏലിയായെ അയക്കുകയാണ്. 3 വർഷത്തേക്ക് ആകാശം അടച്ചു കളയുകയാണ്. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഹാബിൻ്റെ മുൻപിൽ വലിയൊരു ശാപവചനം ഉച്ചരിക്കുകയാണ് ഏലിയ പ്രവാചകൻ. ഒടുവിൽ ജനം മുഴുവൻ കഷ്ടപ്പെടുന്നത് കണ്ട് തോറ്റ് തളർന്ന് ആഹാബ് രാജാവ് ഏലിയ പ്രവാചകൻ്റെ മുൻപിലേക്ക് കടന്നു ചെന്ന് ഏലിയായോട് പറഞ്ഞു: അല്ലയോ പ്രവാചക, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇതിനുശേഷം കർമ്മല മലയിലേക്ക് കടന്നു ചെന്ന് അവിടെ മുട്ടുകുത്തി ഏലിയ പ്രവാചകൻ വലിയൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട് മഴയ്ക്ക് വേണ്ടി. 3 വർഷം ആകാശം അടഞ്ഞു കിടന്നിരുന്നു. എന്നാൽ അതിനുശേഷം ഏലിയ കർമ്മല മലയിലേക്ക്, ഇതൊരു മുനമ്പാണ്, സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുനമ്പ്, മെഡിറ്ററേനിയൻ സീയിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുനമ്പ്. ഈ മുനമ്പിലേക്ക് കടന്നു ചെന്ന്, കർമ്മല മലയിലേക്ക് കടന്നു ചെന്ന് മുട്ടുകൾ മടക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. 7 പ്രാവശ്യം മുട്ടുമടക്കി കുനിഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന വചനം പറഞ്ഞു വയ്ക്കുക. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്കൊടുവിൽ എഴുന്നേൽക്കുന്നു ഏലിയ പ്രവാചകൻ. പെട്ടെന്ന് സേവകനോട് പറഞ്ഞു, തയ്യാറായിക്കൊള്ളുക. ആഹാബിനോട് പറഞ്ഞു, രഥം പൂട്ടി പുറപ്പെട്ടുകൊള്ളുക. പെട്ടെന്ന് ആകാശം മേഘാവൃതമായി മഴ പെയ്യുവാൻ ആരംഭിച്ചു. അപ്പോൾ ഇതാണ് ചരിത്രം. മഴ പെയ്യുമ്പോൾ ആദ്യം കടന്നു വന്നത് ഒരു മേഘമായിരുന്നു. മനുഷ്യകരത്തോളമുള്ളൊരു മേഘം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വചനം പറഞ്ഞു വയ്ക്കുക. 41 മുതലുള്ള വചനഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ ഇരമ്പുന്നു. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി. അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു. അവൻ വൃദ്ധനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീണ്ടും അവനോട് പറഞ്ഞു, 7 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. ഇനി 44-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ്. 18-ാം അധ്യായം 44-ാം തിരുവചനം. 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു.
തുടർന്ന് നമുക്ക് വായിച്ച് കേൾക്കാം. ഏലിയ അവനോട് പറഞ്ഞു, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക. നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു, കാറ്റുവീശി വലിയ മഴ പെയ്തു. ആഹാബ് ജസ്രയേലിലേക്ക് രഥമോടിച്ചുപോയി. കർത്താവിൻ്റെ കരം ഏലിയായോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ അരമുറുക്കി ആഹാബിന് മുൻപേ ജസ്രയേൽ കവാടം വരെ ഓടി. ഇതാണ് ചരിത്രം. മനുഷ്യകരത്തോളമുള്ള ഒരു മേഘം ഉയർന്നു വന്നു കർമ്മല മലയിൽ നിന്ന്, അത് കണ്ടു എന്ന് ചരിത്രം പറഞ്ഞു വയ്ക്കുന്നു. സഭാ പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുക ഇപ്രകാരമാണ്: മഴ എന്ന് പറയുന്നത് അനുഗ്രഹം, മഴയ്ക്കുള്ള സൂചന മേഘം. ഏറ്റവും വലിയ നമ്മുടെ അനുഗ്രഹം എന്ന് പറയുക കർത്താവാണ്. കർത്താവിന് മുന്നോടിയായി കടന്നു വന്ന സൂചന, അടയാളം, അത് പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ മനുഷ്യ കരത്തോളമുള്ള മേഘം എന്ന് പറയുക പരിശുദ്ധ അമ്മ തന്നെയാണ്. അമ്മയുടെ വരവിന് കാതോർത്ത് ഇരുന്ന വലിയൊരു ജനം. ഇനി ശ്രദ്ധിക്കുക, ഏലിയ പ്രവാചകൻ. തൊട്ടടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 10-ാം തിരുവചനം. ഇവിടെ സംഭവിക്കുന്നത് ഇപ്രകാരമാണ്: ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയതും എല്ലാം കേട്ട്, ബാലിൻ്റെ പ്രവാചകന്മാരെ വാളിനിരയാക്കിയ സംഭവം എല്ലാം അറിയാം. എല്ലാം അറിഞ്ഞ് ആഹാബിൻ്റെ ഭാര്യ രാജ്ഞി ജസബൽ ഏലിയായെ വധിക്കും എന്ന് പറയുകയാണ്. ഭയപ്പെട്ട് ഓടുന്ന ഏലിയ അവിടെ സംരക്ഷണമായി ദൂതന്മാരെ അയച്ച് കർത്താവ് ഏലിയായെ സംരക്ഷിക്കുന്നുണ്ട്. ഒടുവിൽ 40 ദിവസം ഓടി ദൈവത്തിൻ്റെ മലയായ ഹോറേബിലെത്തി. അവിടെ വെച്ച് വലിയൊരു ദൈവാനുഭവം ഉണ്ടാവുകയാണ് അദ്ദേഹത്തിന്. ഇതായിരുന്നു ആ സംഭവം, ഇതായിരുന്നു ആ പ്രവചനം. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വായിക്കേണ്ടതുണ്ട്. ഏലിയായോട് കർത്താവ് ചോദിച്ചു, നീ അവിടെ എന്ത് ചെയ്യുന്നു? ഏലിയ മറുപടി പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. 11-ാം വാക്യം, നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. അവിടുന്ന് അരുളി ചെയ്തു, കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവനൊരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഈ വചനഭാഗം നമ്മളിപ്പോൾ കേട്ടു. 3 കാര്യങ്ങൾ ദൈവാനുഭവം ഉണ്ടാകുന്നതിന് മുൻപ് ഏലിയായുടെ മുൻപിൽ സംഭവിക്കുന്നുണ്ട്. ആദ്യം, മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊടുങ്കാറ്റടിച്ചു. കർത്താവില്ലായിരുന്നു. ഭൂകമ്പമുണ്ടായി, അവിടെ കർത്താവില്ലായിരുന്നു. അഗ്നിയുണ്ടായി, അവിടെയും കർത്താവില്ലായിരുന്നു. പിന്നെ ഒരു മൃദുസ്വരം, ഒരു ശാന്തത. ആ ശാന്തതയിൽ കർത്താവ് ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സ്വരം ഏലിയ കേൾക്കുകയാണ്. ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? അവൻ പ്രതിവദിച്ചു. 1 രാജാക്കന്മാർ 19:14. അവൻ പ്രതിവദിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വചനഭാഗം സെലോ സെലാത്തു സുംപ്രോ ദോമിനോ ദിയോ എസർച്ചിത്തുവും എന്ന വചനമാണ്. സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള അതീവ തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇനി തൊട്ട് മുന്നത്തെ നമ്മൾ നേരത്തെ കേട്ട ആ അധ്യായം 18-ാം അധ്യായം 44-ാം തിരുവചനം, കടലിൽ മനുഷ്യകരത്തോളമുള്ള ഒരു മേഘം ഉയർന്നു പൊങ്ങി, അത് കണ്ടു. സഭാപണ്ഡിതന്മാർ അത് പരിശുദ്ധ അമ്മയാണെന്ന് കരുതി വ്യാഖ്യാനിച്ചു. പ്രിയപ്പെട്ടവരെ, കർമ്മല മലയിൽ ഏലിയ പ്രവാചകൻ തീക്ഷ്ണതയോടെ നിലകൊണ്ടു. ഏലിയ കടന്നുപോയി, എന്നാൽ ഈ അടയാളം നിലകൊണ്ടു. പരിശുദ്ധ അമ്മയുടെ ഓർമ്മ, അമ്മ വരും, ഇതൊരടയാളമായിരിക്കും. ഇതെല്ലാം അറിഞ്ഞ് ഏലിയ പ്രവാചകൻ്റെ തീക്ഷ്ണതയിൽ ഈ കർമ്മല മലയിൽ ഏതാനും സന്യാസികൾ പ്രാർത്ഥനയോടെ കാത്തിരിപ്പ് ആരംഭിച്ചു. പരിശുദ്ധ അമ്മയുടെയും നീതിസൂര്യനായ കർത്താവിൻ്റെയും വരവിന് വേണ്ടി. കർമ്മല മലയിൽ ഈ സന്യാസിമാർ താമസിച്ചിരുന്നത് കൊണ്ട് ഇവർ ക്രമേണ കർമ്മലീത്തർ എന്ന് വിളിക്കപ്പെടുവാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് കർമ്മല സഭയുടെ ചരിത്രം. ഏലിയ പ്രവാചകന്റെ കാലഘട്ടം, സന്യാസിമാർ, കർമ്മല മല, വിളിക്കപ്പെടുന്നു കർമ്മലീത്തർ.
പിന്നീട് അവിടെ അവർ കൊച്ചു കൊച്ചു ഗുഹകളുണ്ടാക്കി, പർണശാലകൾ പോലെ ഗുഹകളുണ്ടാക്കി അവിടെ താപസ ജീവിതം നയിക്കുവാൻ ആരംഭിച്ചു. കർമ്മലീത്തർ. വർഷങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ചില ഐതിഹ്യങ്ങളുണ്ട്. ഈശോ ജനിച്ച കാലഘട്ടത്തിൽ ബെത്ലഹേമിൽ ചെന്ന് കർമ്മലീത്തർ തിരുക്കുടുംബത്തെ കണ്ടിരുന്നു, സന്ദർശിച്ചിരുന്നു എന്ന ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് കർമ്മലീത്ത സഭയുടെ ചരിത്രം. പിന്നീട് നാളുകൾ കടന്നുപോയി. ഇതിനിടയിൽ ജെറൂസലേമിലെ പാത്രിയാർക്കീസ് ആയിരുന്ന വിശുദ്ധ ആൽബർട്ട് പുണ്യവാൻ ഇവർ ഇങ്ങനെ താമസിക്കുന്നത് ശരിയല്ല എന്ന് കണ്ടറിഞ്ഞ് ഇവർക്ക് ഒരു നിയമാവലി ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പതിയെ ഇവരൊരു കൂട്ടത്തിലേക്ക് മാറി തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ കാലഘട്ടത്തിലാണ് ജെറൂസലേമിലേക്കും ഈ പ്രദേശങ്ങളെ കർമ്മല മലയിലേക്കുമെല്ലാം മുസ്ലിം അധിനിവേശം കടന്നു വരുന്നത്. യുദ്ധം ചെയ്യാൻ അറിയില്ലായിരുന്ന ഈ പാവപ്പെട്ട കർമ്മലീത്ത സന്യാസിമാർ അവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു. പലായനം ചെയ്യാത്തവർ രക്തസാക്ഷിത്വം വരിച്ചു. പലായനം ചെയ്തവർ യൂറോപ്പിലേക്കാണ് കടന്നു ചെന്നത്. അവിടെ കടന്നു ചെന്നപ്പോൾ വലിയ പ്രതിസന്ധികളിലൂടെ ഈ വിഭാഗം, ഈ കർമ്മലീത്തർ കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെ വലിയൊരു പ്രാർത്ഥന നടത്തുകയാണ് അന്നത്തെ കർമ്മലീത്ത സഭയുടെ ജനറൽ അച്ഛൻ. നമ്മൾ നേരത്തെ കേട്ടു ആ പേര്, വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പുണ്യവാൻ. അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ മുൻപിൽ, ഓർക്കാം, ആരുടെ വരവിന് വേണ്ടി? മനുഷ്യകരത്തോളമുള്ള മേഘം, അമ്മയുടെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുന്നവരായിരുന്നു കർമ്മലീത്തർ, അമ്മയുടെ മക്കൾ. അങ്ങനെ കർമ്മല മാതാവിൻ്റെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് ഇദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു. 1251 ജൂലൈ മാസം 16-ാം തീയതി വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പുണ്യവാൻ്റെ മനോഹരമായ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്. നമുക്ക് ഈ പ്രാർത്ഥനയൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കാർമലിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണയായ മുന്തിരി, സ്വർഗത്തിൻ്റെ അന്യാദൃശ്യവും നിർമ്മലവുമായ തേജസ്സേ, നിത്യനിർമ്മല കന്യകയായിരുന്ന ദൈവപുത്രനെ പ്രസവിച്ചവളെ, ഇന്നത്തെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ. സമുദ്രതാരമേ, എന്നെ സഹായിക്കണമേ, രക്ഷിക്കണമേ. അമ്മ എൻ്റെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. സുന്ദരമായ പ്രാർത്ഥന. ലത്തീൻ ഭാഷയിൽ മനോഹരമായി ഇത് ചിട്ടപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഫ്ലോസ് കാർമേലി വീത്തിസ് ഫ്ലോറിജേര സ്പ്ലെൻഡോർ ചേലി എന്ന മനോഹരമായ ഗീതമുണ്ട്. അപ്പോൾ ഇതായിരുന്നു പ്രാർത്ഥന. സഹായത്തിന് എൻ്റെ അടുത്തേക്ക് അമ്മ കാണിച്ചു കടന്നു വരണമേ, എൻ്റെ അമ്മയാണെന്ന് ലോകത്തിൻ്റെ മുൻപിൽ കാണിച്ചു കൊടുക്കണമേ എന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ പ്രാർത്ഥന. പരിശുദ്ധ അമ്മ അത് കേൾക്കുകയാണ്, കടന്നു വരുന്നു. 1251 ജൂലൈ മാസം 16-ാം തീയതി പരിശുദ്ധ അമ്മ കർമ്മല മാതാവിൻ്റെ രൂപത്തിൽ വസ്ത്രം, ഒരു തവിട്ട് നിറത്തിലുള്ള വസ്ത്രമാണ്, അമ്മ കടന്നു വന്നു. ചുറ്റും മാലാഖമാരുണ്ടായിരുന്നു, കയ്യിൽ ഉണ്ണി ഉണ്ടായിരുന്നു. കടന്നു വന്ന് സൈമൺ സ്റ്റോക്ക് പുണ്യവാൻ്റെ മുൻപിലേക്ക്, ഇതാ നിങ്ങളുടെ അമ്മ, ഞാൻ കടന്നു വരികയാണ്. അമ്മ അന്ന് വെളിപ്പെടുത്തി, കർമ്മലീത്തർ എൻ്റെ മക്കളാണ്, അതോടൊപ്പം കർമ്മലീത്തർക്ക് ഞാൻ സഹോദരി കൂടിയാണ്. കാരണം എനിക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു നൂറ്റാണ്ടുകൾ. പ്രിയപ്പെട്ടവരെ, അന്ന് കർമ്മല മാതാവായി കടന്നു വന്ന പരിശുദ്ധ അമ്മ കഴുത്തിൽ നിന്നും ഒരു ഉപരി വസ്ത്രം ഊരിയെടുത്ത് സൈമൺ സ്റ്റോക്ക് പുണ്യവാൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അതായിരുന്നു ഉത്തരീയ. നമ്മളൊക്കെ കഴുത്തിൽ ധരിച്ച് കാണുന്ന ആ വെന്തിങ്ങ, എല്ലാവരും കഴുത്തിൽ ധരിച്ച് കാണുന്ന ആ വെന്തിങ്ങ വാസ്തവത്തിൽ ഉപരിവസ്ത്രമാണ് ഊരിക്കൊടുത്തത്. കർമ്മലീത്തർ ധരിക്കുന്ന ആ കർമ്മല വസ്ത്രം, അച്ഛനിപ്പോൾ ധരിച്ചിരിക്കുന്നത് കർമ്മലീത്ത വസ്ത്രമാണ്. ഈ കർമ്മലീത്ത വസ്ത്രത്തിൻ്റെ മുൻവശത്ത് ചേർത്ത് വയ്ക്കുന്ന ആ ഒരു കഷ്ണമുണ്ട്, അതാണ് വാസ്തവത്തിൽ ഉത്തരീയം എന്ന് പറയുക. മുൻപിലും പുറകിലും ഇങ്ങനെ കിടക്കുന്ന അതാണ് യഥാർത്ഥത്തിൽ കർമ്മല ഉത്തരീയം എന്ന് പറയുക. സാധാരണക്കാരുടെ ആവശ്യത്തിന് വേണ്ടി മറ്റ് സഭകളിലുള്ളവർക്കെല്ലാം ചേർത്ത് വയ്ക്കാവുന്ന രീതിയിലാണ്, ചെറിയ രീതിയിൽ കഴുത്തിൽ ചേർത്ത് വയ്ക്കാവുന്ന രീതിയിലേക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ തിരുവസ്ത്രത്തിൻ്റെ ഭാഗമാണ് കർമ്മല ഉത്തരീയം, വെന്തിങ്ങ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത്. പണ്ട് കാലത്ത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്നത് ഒരു പേരുകൊണ്ടാണ്, വെന്തിങ്ങ ക്രിസ്ത്യാനികൾ എന്ന്. ഇന്ന് ഈ ഭക്തി പതുക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ ചിന്തിക്കാം, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കഴുത്തിൽ ഉത്തരീയം, വെന്തിങ്ങ ഉണ്ടോ? പരിശുദ്ധ അമ്മ 1300കളിൽ വിശുദ്ധ ഡൊമിനിക് പുണ്യവാളന് പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തി, ഒരു നാളിൽ
എൻ്റെ ഉത്തരീയവും ജപമാലയും വഴി ഈ ലോകത്തെ ഞാൻ രക്ഷിക്കും. എൻ്റെ ഉത്തരീയവും ജപമാലയും വഴി ഈ ലോകത്തെ ഞാൻ രക്ഷിക്കും. പരിശുദ്ധ അമ്മ പറഞ്ഞു വെച്ചു, ഉത്തരീയം ധരിക്കുക, ജപമാല ചൊല്ലുക. കഴുത്തിൽ ധരിക്കേണ്ടത് ഉത്തരീയമാണ്, ജപമാല ധരിക്കേണ്ട എന്നല്ല. അച്ഛന് ഓർമ്മ വെച്ച കാലം മുതൽ രണ്ടും ധരിക്കുന്നുണ്ട്, ഉത്തരീയവുമുണ്ട് ജപമാലയുമുണ്ട്, രണ്ടും ധരിക്കുക. പരിശുദ്ധ അമ്മ നമുക്ക് തന്നിട്ടുള്ള ആയുധങ്ങളാണ് ഈ പരിശുദ്ധ ജപമാലയും ഉത്തരീയവും. അപ്പോൾ അമ്മ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഉത്തരീയം കഴുത്തിൽ ധരിക്കുക. പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ് ഈ കർമ്മല ഉത്തരീയം. പലപ്പോഴായിട്ട് പരിശുദ്ധ അമ്മ ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1322 ജോൺ 22 മാർപ്പാപ്പയ്ക്ക് പരിശുദ്ധ അമ്മ ഒരു ദർശനം നൽകുകയുണ്ടായി. അന്ന് അമ്മ ശനിയാഴ്ച വരം നൽകി കർമ്മലീത്തരെ അനുഗ്രഹിക്കുകയുണ്ടായി. ശനിയാഴ്ച വരം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്താണ് ഈ ശനിയാഴ്ച വരം? അന്ന് 1322 ജോൺ 22 മാർപ്പാപ്പയ്ക്ക് മുൻപിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഒരു വചനം പറഞ്ഞു കൊടുത്തു. ഞാൻ കൃപകളുടെ അമ്മ, ഞാൻ കൃപകളുടെ അമ്മ, രാജ്ഞിയായ ഞാൻ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിച്ചെന്ന് ഉത്തരീയം ധരിച്ച് മരണമടഞ്ഞവരിൽ ചില വ്യവസ്ഥകൾ പാലിച്ചിട്ടുള്ളവരെയെല്ലാം മോചിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകും. നമുക്കതൊന്നുകൂടി കേൾക്കാം. ഞാൻ കൃപകളുടെ അമ്മ, രാജ്ഞിയായ ഞാൻ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിച്ചെന്ന് ഉത്തരീയം ധരിച്ച് മരണമടഞ്ഞവരിൽ ചില വ്യവസ്ഥകൾ പാലിച്ചിട്ടുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ശനിയാഴ്ച വരം. കഴുത്തിൽ ഉത്തരീയം ധരിക്കുമ്പോൾ ഓർക്കുക, ഒരു സീറ്റ് സ്വർഗത്തിൽ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മ മാർപ്പാപ്പയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു സത്യമാണ് ഇതെന്ന് ഓർക്കുക. ഇനി ഏതൊക്കെയാണ് ഈ വ്യവസ്ഥകൾ? നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ വ്യവസ്ഥ, എപ്പോഴും ഉത്തരീയം ധരിക്കുക. 2, ജീവിതാന്തസ്സിന് യോജിച്ച ബ്രഹ്മചര്യം പാലിക്കുക. ജീവിതാന്തസ് എന്ന് പറയുമ്പോൾ പൗരോഹിത്യം, സന്യാസം ഇതൊക്കെ സ്വീകരിച്ചിട്ടുള്ളവരുണ്ട്, അതുപോലെ ദാമ്പത്യം, ഇതിലെല്ലാം ബ്രഹ്മചര്യ വിശുദ്ധി പാലിക്കുക എന്നുള്ളതാണ്. 3, മുടങ്ങാതെ ജപമാല ചൊല്ലുക. 4, കുർബാന, കുംഭസാരം ഇവ മുടക്കാതിരിക്കുക. ഇനി 5, ആഴ്ചതോറുമുള്ള മാംസവർജനത്തിൻ്റെ ദിവസം അത് പാലിക്കുക, ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ പാലിക്കുക. ഇനി ഒരു കാര്യം കൂടി അച്ഛൻ ചേർത്ത് വയ്ക്കട്ടെ. ഈ ശനിയാഴ്ച വരം വെറുതെ ഉത്തരീയം ധരിച്ചാൽ കിട്ടില്ല. ശനിയാഴ്ച വരം യഥാർത്ഥത്തിൽ കർമ്മലീത്ത സഭയോട് ചേർന്ന് നിന്ന് അധികാരിയിൽ നിന്നും നേടിയെടുക്കേണ്ട ഒന്നാണ്. നിങ്ങളത് പിന്നീട് കൂടുതൽ അന്വേഷിച്ചാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാകും. എന്താണ് ഈ ശനിയാഴ്ച വരം എന്നുള്ളത്? പരിശുദ്ധ അമ്മ കാത്തിരിക്കുകയാണ്. അച്ഛനൊക്കെ ഞങ്ങൾ കർമ്മലീത്തർ പ്രാർത്ഥിക്കുക, കർത്താവേ മരിച്ചു പോകുവാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മരിച്ചു പോകണം, അല്ലെങ്കിൽ ശനിയാഴ്ച. അപ്പോൾ ശനിയാഴ്ച അമ്മ ശനിയാഴ്ച വരമുള്ളത് കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നതാണ് അമ്മയുടെ വാഗ്ദാനം. പിന്നീട് ബെനഡിക്റ്റ് 15 മാർപ്പാപ്പയ്ക്ക് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പരിശുദ്ധ അമ്മ ഇതുപോലൊരു സത്യം കൂടെ വെളിപ്പെടുത്തി കൊടുത്തു. ഉത്തരീയം വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. അതിൻ്റെ ചുവട് പിടിച്ച് ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ വലിയൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഒരു പ്രാവശ്യം വിശുദ്ധ ഉത്തരീയം, കർമ്മല ഉത്തരീയം ചുംബിക്കുമ്പോൾ, ഉമ്മ വയ്ക്കുമ്പോൾ 500 ദിവസത്തെ ദണ്ഡവിമോചനം കത്തോലിക്ക സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കർമ്മല ഉത്തരീയം, ഇപ്പോൾ അച്ഛൻ്റെ ഈ ഉത്തരീയം ഒരു പ്രാവശ്യം ചുംബിക്കുമ്പോൾ 500 ദിവസത്തെ ദണ്ഡവിമോചനം കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്രയും പ്രാധാന്യം ഈ സഭയ്ക്ക്, കത്തോലിക്ക സഭയിൽ 5 മാതൃസഭകൾ, 5, ബാക്കിയെല്ലാം കോൺഗ്രിഗേഷനുകളാണ്, സഭകൾ എന്ന് പറയും. 5 മാതൃസഭകളുണ്ട്. ഫ്രാൻസിസ്കൻസ്, സെർവൈറ്റ്സ്, ബെനഡിക്റ്റൈൻസ്, ഡൊമിനിക്കൻസ്, കർമ്മലീത്ത സഭ. അപ്പോൾ ഈ 5 മാതൃസഭകളിൽ ഒന്നാണ് കർമ്മലീത്ത സഭ. കർമ്മലീത്ത സഭയെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് അമ്മയുടെ സഹോദരന്മാരാണ്, അതുപോലെ അമ്മയുടെ മക്കളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാർപ്പാപ്പമാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് ഈ ലുത്തീനിയ പ്രാർത്ഥനയിൽ വേറൊരു സഭയ്ക്കുമില്ലാത്ത ആ ആഭിമുഖ്യം, കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന സംജ്ഞ, എന്ന പ്രാർത്ഥന ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കർമ്മലീത്ത സഭ
ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും ലുത്തീനിയ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർമ്മലീത്ത സഭയിലുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ സമയവും ലുത്തീനിയ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർമ്മലീത്ത സഭയോട് ചേർന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് കർമ്മലീത്ത സഭയ്ക്ക് ഇത്രയും പ്രാധാന്യം കത്തോലിക്ക സഭയിൽ നൽകപ്പെടുന്നത്. ശ്രദ്ധിക്കാം, 27ഓളം വാഴ്ത്തപ്പെട്ടവർ, 17ഓളം വിശുദ്ധർ, 3 വേദപാരംഗതർ. എന്തുകൊണ്ടാണ് കർമ്മലീത്ത സഭയ്ക്ക് സ്വന്തമാകുന്നത്? പരിശുദ്ധ അമ്മയുടെ ഈ മാധ്യസ്യവും ഈ സാന്നിധ്യവും കൊണ്ടാണ്. ശനിയാഴ്ച വരെ ഓർക്കുന്നുണ്ടല്ലോ, 27 വാഴ്ത്തപ്പെട്ടവർ, 17 വിശുദ്ധർ, 3 വേദപാരംഗതർ കർമ്മലീത്ത സഭയെ മഹത്വമണിയിക്കുന്നുണ്ട്. കൊച്ചു ത്രേസ്യ പുണ്യവതി, അമ്മ ത്രേസ്യ പുണ്യവതി, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ, ഈ ചാവറയച്ചനുമെല്ലാം കർമ്മലീത്ത സഭയുടെ മക്കൾ തന്നെയാണ്. നമുക്ക് ഈ സഭയോട് ചേർന്നായിരുന്ന് പരിശുദ്ധ അമ്മ നൽകുന്ന ഈ കൃപകൾ ചേർന്ന് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. വീണ്ടും ഈ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആചരിക്കപ്പെടുമ്പോൾ വലിയ വിശുദ്ധർക്ക് പരിശുദ്ധ അമ്മ കർമ്മല മാതാവിനോടും കർമ്മല ഉത്തരീയത്തോടുമുള്ള ഭക്തി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിശുദ്ധ അൽഫോൺസ് ലിഗോരി, വിശുദ്ധ ഗ്രിഗറി 10 മാർപ്പാപ്പ, ഡോൺ ബോസ്കോ, ഈ പുണ്യവാന്മാർ എല്ലാ സമയത്തും കഴുത്തിൽ ഉത്തരീയം ധരിച്ചിരുന്നു. എല്ലാ സമയത്തും കഴുത്തിൽ ഉത്തരീയം ധരിച്ചിരുന്നു. ഇവർ 3 പേർക്കിടയിലും കോമൺ ആയിട്ട് ഒരു കാര്യം സംഭവിച്ചു. മരണസമയത്ത് ഇവരുടെ കഴുത്തിൽ നിന്നും ഉത്തരീയം മാറ്റപ്പെട്ടിരുന്നില്ല. മരണത്തിന് ശേഷം നാളുകൾക്ക് കഴിഞ്ഞ് ഇവരുടെ ശവകുടീരം തുറന്നപ്പോൾ എല്ലാം അഴുകിപ്പോയിരുന്നുവെങ്കിലും ഈ ഉത്തരീയം മാത്രം അഴുകിപ്പോയിരുന്നില്ല. ജോൺ പോൾ 2 മാർപ്പാപ്പ അലി അഖയുടെ വെടിയേറ്റ് വീണ് കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ വിശ്വസിച്ചിരുന്നു, ഉത്തരീയമാണ് എന്നെ സംരക്ഷിച്ചത്, കർമ്മല മാതാവിൻ്റെ ഉത്തരീയമാണ് എന്നെ സംരക്ഷിച്ചത്. അന്ന് ICUവിൽ കിടന്ന് ബോധം വന്നപ്പോൾ ആദ്യം കഴുത്തിൽ പരതി, തുടർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന കർമ്മലീത്ത ആശ്രമത്തിലേക്ക് ആളയച്ച് എനിക്കൊരു ഉത്തരീയം തരാമോ? പെട്ടെന്ന് ഒരു കൂട് ഉത്തരീയം അദ്ദേഹത്തിന് നൽകപ്പെട്ടു. ഇതെല്ലാം ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം നമ്മൾ ഇത് വായിച്ചു കേൾക്കുന്നുണ്ട്. സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. സൂര്യൻ ഉടയാടയായ സ്ത്രീ, അത് പരിശുദ്ധ അമ്മയാണ്. ഈ ഉത്തരീയം ധരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വസ്ത്രമാണ് ധരിക്കുന്നത് എന്ന വലിയ ബോധ്യം നമുക്ക് ലഭിക്കട്ടെ. അമ്മ അന്ന് ഉത്തരീയം നൽകുന്ന വേളയിൽ ഒരു വലിയ പ്രഖ്യാപനം കൂടെ നടത്തുകയുണ്ടായി. നമുക്കതുകൂടെ കേൾക്കാം. ഇത് എൻ്റെ ബാഹ്യ വസ്ത്രത്തിൻ്റെ ഭാഗമാകിയാൽ ഇത് ഉത്സാഹപൂർവം ഭക്തിപൂർവം ധരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അനവരതം എന്നെക്കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള സ്മരണ എൻ്റെ ഉള്ളിൽ എന്നും നിലനിൽക്കും. മനോഹരമായ ഒരു പ്രഖ്യാപനം. നമുക്ക് ഇന്നത്തെ ഈ തിരുനാൾ ദിവസം, കർമ്മല മാതാവിൻ്റെ ഇന്നത്തെ ഈ തിരുനാൾ ദിവസം നമുക്കും ഒരു തീരുമാനമെടുക്കാം. എവിടെ നിന്നെങ്കിലും എത്രയും പെട്ടെന്ന് വെഞ്ചിരിച്ച ഒരു കർമ്മലോത്തരീയം നേടി സ്വന്തമാക്കി എൻ്റെ കഴുത്തിൽ, മക്കളുടെ കഴുത്തിൽ, ചുറ്റുമുള്ളവരുടെ കഴുത്തിൽ ഇടിയിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കും. വിശുദ്ധനായ ജോൺ 23-ാമൻ മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്ന ഒരു സത്യമുണ്ട്. ഉത്തരീയം, എത്ര മനോഹരമായ ദൈവഭക്തിയുടെ അടയാളം! അതിൻ്റെ ലാളിത്യം എല്ലാവർക്കും ഉതകുന്ന ഒരു വിശുദ്ധ വസ്തുവാക്കി അതിനെ തീർത്തിരിക്കുന്നു. കർമ്മല മാതാവിൻ്റെ ഈ തിരുനാൾ ദിനം ആചരിക്കുമ്പോൾ കർമ്മലീത്ത സഭയിലെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർമ്മലീത്ത സഭ 3ആയി തിരിക്കപ്പെടുന്നു. പാതക സഭയും നിഷ്പാതക സഭയുമുണ്ട്. OCAM, OCD എന്ന 2 വിഭജനമുണ്ട്. അമ്മ ത്രേസ്യ പുണ്യവതിയുടെ നവീകരണവും എല്ലാം നിങ്ങൾക്കറിയാം. അതോടൊപ്പം നിഷ്പാതക സഭ 3ആയി തിരിക്കുന്നുണ്ട്. ഒന്ന് നിഷ്പാതക പുരോഹിത സഭ എന്ന് വെച്ചാൽ ഞങ്ങൾ അച്ഛന്മാർ, OCD അച്ഛന്മാർ. 2ാമത്തെ വിഭാഗം മിണ്ടാമഠത്തിലെ സിസ്റ്റർമാരുണ്ട്. അമ്മ ത്രേസ്യ പുണ്യവതി, കൊച്ചു ത്രേസ്യ പുണ്യവതി എല്ലാവരും അവിടെ നിന്ന് വരുന്നു. ഇനി 3ാമത്തെ അൽമായർക്ക് ചേർന്നൊരു വിഭാഗമുണ്ട്. കേരള കത്തോലിക്ക സഭയിൽ പലയിടത്തും ഈ അൽമായ കർമ്മലീത്ത വിഭാഗമുണ്ട്. ചേർന്ന് ഉത്തരീയം ധരിച്ച് ശനിയാഴ്ച വരം സ്വന്തമാക്കുന്ന ഒരു വിഭാഗം. നമുക്ക് ചേരാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ദിവസം കർമ്മലീത്ത സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടി ഒപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. കർമ്മല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്യം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ലൂർദിൽ
ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കർമ്മല മാതാവിൻ്റെ രൂപത്തിൽ കൂടി പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന ചരിത്രമുണ്ട്, എന്ന വസ്തുതയുണ്ട്. ലൂർദിലും ഫാത്തിമയിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കർമ്മല മാതാവിൻ്റെ ഉടുപ്പിൽ കൂടി, വസ്ത്രത്തിൽ കൂടി അന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നു അത്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർമ്മല മാതാവേ, ഇന്നത്തെ ഈ തിരുനാൾ ദിവസം നല്ല ബോധ്യങ്ങൾ നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർമ്മലോത്തരീയത്തിൻ്റെ ബോധ്യം സ്വന്തമാക്കി ഹൃദയത്തിൽ ശരീരത്തിൽ ധരിച്ച് വിശുദ്ധിയിലേക്ക് ശനിയാഴ്ച വരെ സ്വന്തമാക്കി സ്വർഗത്തിലേക്ക് അമ്മയുടെ കൈ പിടിച്ച് നടന്നു കയറുവാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ മാധ്യസ്ഥ്യവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർമ്മല മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു.